ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വേനൽ ചൂടിനെ പറ്റിയ നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ്, അതായത് സംഭാരം. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 200 ml തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിത്തൈര് ഈ ഗ്ലാസ് അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്പൂൺ അളവിൽ ചതച്ച ഇഞ്ചിയും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു 4-5 ഇതള് മല്ലിയിലയും ഒരു പച്ച നാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ കാൽഭാഗം തൊലി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ചതച്ച് ചേർക്കാനാണ്. ഇനി അതിലേക്ക് ഒരു 5 ഇതള് പുതിന ഇല കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൺപാത്രം കഴുകി നല്ല വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അടിയിലൊരു തുണിയെല്ലാം വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ കാൽഭാഗം നാരങ്ങത്തൊലി ചതച്ച് ചേർക്കുക. നാരങ്ങത്തൊലി ഇല്ലെങ്കിൽ നാരകത്തിൻ്റെ ഇല കിട്ടും, അതും ചേർക്കാം. ഇഞ്ചി ചതച്ചതും ചേർത്തു, പച്ചമുളകും ചേർത്ത്, പുതിന ഇല കട്ട് ചെയ്തതും മല്ലിയില കട്ട് ചെയ്തതും ചേർക്കുക. ഇത്ര തന്നെ നമ്മൾക്ക് അളവിന് കൃത്യമായിട്ട് എടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അളവിന് ഞാനിപ്പോൾ ഒരു 2.5 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ഏകദേശം 3 ഗ്ലാസ് അളവിൽ വരെ ഒഴിക്കാം. അപ്പോൾ നല്ല കൃത്യമായ നമ്മുടെ സംഭാരമായി വേനൽ ചൂടിന് നല്ലൊരു ആശ്വാസമായിരിക്കും. ഇപ്പോൾ ചൂട് കുരു മാറാനും മൂത്രം ചൂട് മാറാനും എല്ലാം ഇത് നല്ല ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് സംഭാരം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയായില്ലേ, നല്ല സമ്മറിന് പറ്റിയതാണ്. ഇനി ഒരു അല്പം ഉപ്പ് പോരാകി ഉണ്ടായിരുന്നു, അതുകൂടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കയ്യിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സാണ്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പഴയ കാലത്ത് കറന്ന പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസം തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയെടുത്ത് നമ്മളതിലേക്ക് വെള്ളം ചേർത്ത് സംഭാരം ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് അതൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾക്ക് പാക്കറ്റ് പാലിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഈ ചൂടത്ത് ചെയ്ത് നോക്കണേ. അപ്പോൾ അടിപൊളിയായില്ലേ. വേനൽ ചൂടിൻ്റെ ക്ഷീണവും ദാഹവും മാറാൻ ഇതിലും നല്ലൊരു പാനീയം വേറെയില്ല. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്